Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റിൻ്റെ പേര് അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഷോർട്ട് സ്റ്റോറി, അതുപോലെ തന്നെ എസ്സേ, ഷോർട്ട് സ്റ്റോറി, പോയട്രി, ഈ മൂന്ന് ലിറ്റററി വർക്കുകളെ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എസ്സേക്ക് നമ്മൾ എക്സാമ്പിളായിട്ട് എസ്സേയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് APJ അബ്ദുൽ കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ദ ഡ്രീം ആൻഡ് മെസ്സേജ്, ഈ ചാപ്റ്ററാണ് നമ്മൾ അനലൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കലാമിൻ്റെ ഡ്രീം ആയിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് കലാം ഡെസേർട്ടിൽ ഒറ്റപ്പെടുകയാണ്, കലാമിന് ചുറ്റുമായിട്ട് മാത്രമല്ല. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാം ചിന്തിക്കുകയാണ്, മനുഷ്യരെന്തുകൊണ്ടാണ് വയലൻസ്, മനുഷ്യർ അക്രമം കാണിക്കുന്നത്. ഈ വിഷയവുമായിട്ട് അദ്ദേഹം ഒരു കോൺവെർസേഷൻ ഇമാജിൻ ചെയ്യാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അഡ്മയർ ചെയ്യുന്ന, അദ്ദേഹം പ്രശംസിക്കുന്ന 5 വ്യക്തികൾ. അപ്പോൾ അവരുടെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 സെൻറ്റൻസിൽ ആൻസർ എഴുതുന്ന ചോദ്യമായിട്ടൊക്കെ വരാം. അപ്പോൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി, ആൽബർട്ട് ഐൻസ്റ്റീൻ, എംപറർ അശോക, അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ, ലാസ്റ്റ് വൺ ഖലീഫ ഒമർ. അപ്പോൾ ഇത്ര പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. കലാം ഫീൽസ് ഡോൾഫ്ഡ് ബൈ ദ മെജസ്റ്റിക് പ്രസൻസ് ഓഫ് എംപറർ അശോക. അശോക ചക്രവർത്തിയെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറയാണ് അശോക ചക്രവർത്തിയുടെ സാന്നിധ്യം കലാമിന് താൻ വളരെ ചെറുതായ പോലെ തോന്നി. ഡോർഫ്ഡ്, സാധാരണ നമുക്കറിയാം ഡോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുള്ളൻ എന്നാണ് ഡോർഫ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയാണ് അശോക ചക്രവർത്തിയുടെ സാന്നിധ്യത്തിൽ താൻ വളരെ കുള്ളനായ പോലെ, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ പ്രാധാന്യം കുറയുന്ന പോലെ കലാമിന് തോന്നി. ദ ടു ലിവ്സ് കമ്പൈൻഡ് in Ashoka were that of a merciless conqueror and a compassionate ruler. അശോക എന്ന് പറയുമ്പോൾ കലാം പറയാണ് അദ്ദേഹത്തിൽ 2 ജീവിതങ്ങൾ കമ്പൈൻ ചെയ്തു വരുന്നുണ്ട്. അശോകനിൽ 2 ആളുകൾ കമ്പൈൻ ചെയ്തു വരുന്നുണ്ട്. ഒന്ന് മേഴ്സിലെസ് ആയിട്ടുള്ള കോൺകറർ, ഒട്ടും ദയയില്ലാത്ത മറ്റു രാജ്യങ്ങളെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളെ കോൺകർ ചെയ്യാൻ പിടിച്ചെടുക്കുന്ന ഒരു റൂളർ. രണ്ടാമത്തേത് കമ്പാഷനേറ്റ് റൂളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയയുള്ള, അനുകമ്പയുള്ള ഒരു ഭരണാധികാരി. ഹി ഹാഡ് ടു പേ എ ഹെവി കോസ്റ്റ് ടു ബിക്കം വിക്ടോറിയസ് ഇൻ ദ വാർസ്. യുദ്ധങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വലിയ കോസ്റ്റ്, വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നാണ് കലാം പറയുന്നത്. ആസ് ആൻ ഇൻസ്റ്റൻസ്, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺസിഡർ ദ ബാറ്റിൽ ഓഫ് കലിംഗ ഇൻ വിച്ച് ലിവ്സ് ഓഫ് 3 lakh പീപ്പിൾ വർ ക്ലൈമഡ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കലിംഗ യുദ്ധം ഒന്ന് നിങ്ങൾ നോക്കൂ. കലിംഗ യുദ്ധത്തിൽ മാത്രം ഏകദേശം 3 ലക്ഷത്തോളം ആളുകളുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത്. 3 ലക്ഷം ആളുകൾ മാത്രമല്ല, ആൻഡ് എ കമ്പാരബിൾ നമ്പർ വേർ വൂണ്ടഡ്. ഏകദേശം അത്രത്തോളം ആളുകൾ മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദോ അശോക കോസ്ഡ് ഹൊറർ ആൻഡ് ഡിസ്ട്രക്ഷൻ ക്ലൈമിംഗ് മെനി ലിവ്സ്, ഹി ആക്സെപ്റ്റഡ് അഹിംസ ആൻഡ് ധർമ്മ. എന്നാണ് പറയുന്നത്, അശോക അദ്ദേഹം വളരെ ഭയത്തിനും ഹൊററിനും അതുപോലെ തന്നെ ഡിസ്ട്രക്ഷനും അദ്ദേഹം ഹേതുവായിട്ടുണ്ടെങ്കിലും, അദ്ദേഹം കോസ്ഡ് ആയിട്ടുണ്ടെങ്കിലും, കാരണമായിട്ടുണ്ടെങ്കിലും, ഒരുപാട് ഭീതിക്ക് അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ അശോക ചക്രവർത്തി മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിലും
പക്ഷേ പിന്നീട് അദ്ദേഹം ആക്സെപ്റ്റഡ് അഹിംസ ആൻഡ് ധർമ്മ, അഹിംസയുടെയും ധർമ്മത്തിൻ്റെയും മാർഗം അദ്ദേഹം പിന്തുടർന്നു. ഡിസൈഡഡ് ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ലവ് ത്രൂ ദം, മാത്രമല്ല സ്നേഹത്തിൻ്റെ സന്ദേശം, മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ അദ്ദേഹം ഈ മാർഗങ്ങളിലൂടെ സ്നേഹത്തിൻ്റെ സന്ദേശം പകർത്താൻ, വ്യാപിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കലാം വണ്ടേഴ്സ് വൈ കലിംഗ വാർ ഹാപ്പൺഡ്. കലാം ആശ്ചര്യപ്പെടുകയാണ്, എന്തുകൊണ്ടായിരിക്കാം കലിംഗ യുദ്ധം നടന്നത്. വാട്ട് വർ ദ റീസൺസ് ബിഹൈൻഡ് ദ അസാസിനേഷൻസ് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് അബ്രഹാം ലിങ്കൺ. രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് അബ്രഹാം ലിങ്കണും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും. ഇവരുടെ രണ്ടുപേരുടെയും അസാസിനേഷൻസ്, രണ്ടുപേരുടെയും കൊലപാതകങ്ങൾ എന്തുകൊണ്ട് നടന്നു, രണ്ട് ഗ്രേറ്റ് പേഴ്സൺസ് എന്തുകൊണ്ട് കൊല ചെയ്യപ്പെട്ടു. ഇൻ ദാറ്റ് ബ്ലിസ്ഫുൾ മൊമെന്റ് മഹാത്മാ സ്പീക്സ് ദാറ്റ്. ഈ ഒരു ബ്ലിസ്ഫുൾ മൊമെന്റിൽ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ കലാമിൻ്റെ ചോദ്യത്തിന് മഹാത്മാ സംസാരിക്കുകയാണ്. മഹാത്മാ മീൻസ് മഹാത്മാഗാന്ധി. എന്താണ് സംസാരിക്കുന്നത്? മഹാത്മാ സ്പീക്സ് ദാറ്റ് ദ ഡിവൈൻ മെസ്സേജ് ദാറ്റ് വി ഹിയറിംഗ് ഈസ് ദ മെസ്സേജ് ഓഫ് ക്രിയേഷൻ. അതായത് നമ്മൾ കേൾക്കുന്ന ആ ദൈവികമായ സന്ദേശം എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൻ്റെ സന്ദേശമാണതെന്ന് പറയുന്നു. ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത്, ഡിവൈൻ മെസ്സേജ് ദാറ്റ് വി ഹിയറിംഗ് ഈസ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവികമായിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഈസ് ദ മെസ്സേജ് ഓഫ് ക്രിയേഷൻ, അത് ക്രിയേഷൻ്റെ മെസ്സേജ് ആണെന്ന് പറയുന്നു. ഹി ബിലീവ്സ് ദാറ്റ് ആസ് വി ഓൾ ബിലോങ് ടു ദിസ് പ്ലാനറ്റ് ഇറ്റ് ഈസ് നെസസറി ടു ഗിവ് എ മെസ്സേജ് ടു മാൻകൈൻഡ്. അദ്ദേഹം പറയാണ്, നമ്മളെല്ലാം ഈ ഭൂമിയിലെ ആളുകളായതുകൊണ്ട്, നമ്മളെല്ലാവരും ഈ ഗ്രഹത്തിലേക്ക്, ഈ പ്ലാനറ്റിലേക്ക്, വി ഓൾ ബിലോങ്, നമ്മളെല്ലാം ഇതിലുൾപ്പെടുന്നവരായതുകൊണ്ട്, നമ്മളെല്ലാം ഇതിലെ ആളുകളായതുകൊണ്ട് ഇറ്റ് ഈസ് നെസസറി ടു ഗിവ് എ മെസ്സേജ് ടു മാൻകൈൻഡ്. മനുഷ്യർക്ക്, മനുഷ്യരാശിക്ക് ഒരു സന്ദേശം നൽകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ദിസ് ഈസ് എ മെസ്സേജ് ഹൗ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്, races and languages can coexist prosperously and peacefully together. ഇതാണ് ആ മെസ്സേജ്. ഹൗ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്, എങ്ങനെ വ്യത്യസ്ത മതത്തിലെ ആളുകൾ, റേസസ് വ്യത്യസ്ത വർഗത്തിലെ, വിഭാഗത്തിലെ, ജാതിയിലെ ആളുകൾ, ലാംഗ്വേജസ് മതത്തിലെ, ഭാഷയിലെ ആളുകൾക്ക്, ക്യാൻ കോ എക്സിസ്റ്റ് പ്രോസ്പെറസ്ലി ആൻഡ് പീസ്ഫുള്ളി ടുഗദർ. അതായത് അഭിവൃദ്ധിയിലും സമാധാനത്തിലും ഒരുമിച്ച് നിൽക്കാൻ എങ്ങനെ കഴിയുന്നു. മഹാത്മാ സേസ് ദാറ്റ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് എവരി വൺ വിത്ത് സം യുണീക്ക് ക്വാളിറ്റീസ്. എല്ലാ മനുഷ്യരെയും ചില യുണീക്കായിട്ടുള്ള ഗുണങ്ങൾ, ചില ഒറ്റപ്പെട്ട, ചില സവിശേഷമായ, ചിലർക്ക് മാത്രമായിട്ടുള്ള ചില സവിശേഷ ഗുണങ്ങൾ കൊണ്ട് ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി പാസ്ഡ് ഓൺ ടു മാൻകൈൻഡ് ഇൻ ദ ഫോം ഓഫ് അവർ എഫേർട്സ് ആൻഡ് ആക്ഷൻസ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള നമ്മളിലെ ആ വിശേഷ ഗുണങ്ങൾ, ആ സവിശേഷതകൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പ്രവൃത്തികളിലൂടെ, നമ്മളിലെ എഫേർട്സിലൂടെ, പരിശ്രമങ്ങളിലൂടെ നമ്മളത് മനുഷ്യരാശിയിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യ വംശത്തിലേക്ക്, മനുഷ്യകുലത്തിലേക്ക് നമ്മളത് പാസ് ചെയ്യുന്നു. ഹീ സ്ട്രെസ്സസ്, അദ്ദേഹം മഹാത്മാ അടിവരയിട്ട് പറയുന്നു, ഊന്നൽ കൊടുത്ത് അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയാണ്, ദ നീഡ് ഓഫ് അസിമിലേറ്റിംഗ് ബ്യൂട്ടി ഇൻടു ദ ഹ്യൂമൻ സോൾ. മനുഷ്യന്റെ ആത്മാവിലേക്ക് ഭംഗിയെ അസിമിലേറ്റ് ചെയ്യാം, പ്രവേശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. വിച്ച് മേ ലീഡ് ടു ദി ബ്ലോസമിങ് ഓഫ് ഹാപ്പനിങ് ഇൻ ദ ഹ്യൂമൻ ബോഡി ആൻഡ് മൈൻഡ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
അതെന്തിന് കാരണമാകും? അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവിലേക്ക് ഭംഗിയെ അസിമിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ആത്മാവിനെ ലീഡ് ചെയ്യും. ബ്ലോസമിങ് ഓഫ് ഹാപ്പിനെസ് ഇൻ ദ ഹ്യൂമൻ ബോഡി ആൻഡ് മൈൻഡ്. മനുഷ്യന്റെ മനസ്സിലും മനുഷ്യന്റെ ശരീരത്തിലും സന്തോഷം ഉണ്ടാകുന്നതിന്, സന്തോഷം ബ്ലോസം ചെയ്യുന്നതിന്, വിടരുന്നതിന് കാരണമാകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നു. അശോക ഡിസ്ക്രൈബ്സ് ഹിസ് റിയലൈസേഷൻ ദാറ്റ്. അശോക തൻ്റെ റിയലൈസേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അശോക തനിക്കുണ്ടായ ബോധോദയം അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ കാര്യം എന്താണ്? അശോകൻ മനസ്സിലാക്കിയത് ദാറ്റ് എ വിക്ടറി cannot be considered a victory if it causes suffering. ഒരു വിജയം, ആ വിജയം ദുരിതത്തിന്, കഷ്ടപ്പാടിന് കാരണമാകുന്നുവെങ്കിൽ അതൊരിക്കലും ഒരു വിജയമല്ല. ഏതൊരു വിക്ടറിയും സഫറിങ്, ദുരിതം അനുഭവിക്കുന്നതിന്, അത് ജനങ്ങൾക്കിടയിൽ ദുരിതം വിതയ്ക്കുന്നുവെങ്കിൽ അത്തരമൊരു വിജയത്തെ നാം ഒരിക്കലും വിജയമായിട്ട് കാണരുത്. ഇതാണ് അശോകന്റെ തിരിച്ചറിവ്. ഖലീഫ ഒമർ സെയ്സ്. അടുത്ത് ഒമർ ഖലീഫ പറയാണ്. എന്താണ് ഖലീഫ പറയുന്നത്? ആഫ്റ്റർ എൻറ്ററിങ് ജെറൂസലേം ഹി റിയലൈസസ് ദാറ്റ് ഓൾ മെൻ ആർ ഈക്വൽ. താൻ ജെറൂസലേമിൽ എത്തിയ ശേഷം അദ്ദേഹത്തിന് ബോധ്യമാവുകയാണ് എല്ലാ മനുഷ്യരും ഈക്വൽ ആണ്. സോ ദർ ഈസ് നോ പോയിന്റ് ഇൻ കമ്പല്ലിങ് അതേഴ്സ് ടു ഫോളോ അവർ പാത്ത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നമ്മളുടെ മാർഗം പിന്തുടരാൻ കമ്പൽ ചെയ്യേണ്ട, നിർബന്ധിക്കേണ്ട ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പീപ്പിൾ ഗെറ്റ് ഓൺലി വാട്ട് ദേ ഹാവ് ബീൻ ഓർഡൈൻഡ് ഫോർ. അതായത് മനുഷ്യർക്ക് അവർക്ക് വിധിക്കപ്പെട്ടത്, വാട്ട് ദേ ഹാവ് ബീൻ ഓർഡൈൻഡ് ഫോർ, എന്താണോ അവർക്ക് വിധിക്കപ്പെട്ടതുള്ളത്, ദൈവം നിശ്ചയിക്കപ്പെട്ടത് എന്താണോ അതേ മനുഷ്യർക്ക് കിട്ടും. ആൻഡ് ഗോഡ് ഈസ് ദ ഓൺലി സോവറിൻ. ഈ ഭൂമിയിലെ ഒരേ ഒരു സോവറിൻ, ഒരേ ഒരു പരമാധികാരി എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ആ ദൈവം മനുഷ്യന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണോ അതേ ഓരോരുത്തർക്കും ലഭിക്കുള്ളൂ. Omar never bothers about his special privileges as a ruler. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് തൻ്റെ പ്രത്യേക പദവികളെ കുറിച്ച് ഒരിക്കലും ഖലീഫ ഒമർ അദ്ദേഹം ബോധേഡായിരുന്നില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും വറീഡായിരുന്നില്ല, അദ്ദേഹം വിഷമിച്ചിരുന്നില്ല. ഇൻസ്റ്റഡ്, പകരം ഹി കൺസിഡേഴ്സ് ഗവൺമെന്റ് ആസ് എ സാക്രഡ് ട്രസ്റ്റ്. അദ്ദേഹം ഗവൺമെന്റിനെ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു ട്രസ്റ്റായിട്ട്, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു വിശ്വാസ കേന്ദ്രമായിട്ടാണ്, ഒരു ട്രസ്റ്റായിട്ടാണ് അദ്ദേഹം ഗവൺമെന്റിനെ കണ്ടത്. വിച്ച് ഷുഡ് നോട്ട് ബി ബിട്രേഡ് അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്താണെങ്കിലും ഒരിക്കലും ആ ട്രസ്റ്റ്, കാരണം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സങ്കേതമാണ് ഗവൺമെന്റ്. എന്തെന്നെ കിട്ടുകയാണെന്ന് പറഞ്ഞാലും, എന്തെന്നെ കോസ്റ്റാണെന്ന് എന്നിരുന്നാൽ പോലും നമ്മൾ അതിനെ ബിട്രേ ചെയ്യാൻ, അതിനെ നമ്മൾ വഞ്ചിക്കാൻ, എന്തെന്നെ ലഭിക്കുകയാണെങ്കിലും പോലും നമ്മൾ അതിനെ ബിട്രേ ചെയ്യാൻ, വഞ്ചിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇത്രയാണ് ഖലീഫ ഒമർ സംസാരിച്ചത്. ദ നെക്സ്റ്റ് സ്പീക്കർ ഈസ് ഐൻസ്റ്റീൻ ഹൂ സേസ് ദാറ്റ്. അടുത്ത സ്പീക്കർ ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ പറയണം. എന്താണ് ഐൻസ്റ്റീൻ പറയുന്നത്? ഹി വുഡ് ലൈക്ക് ടു റീകോൾ ദ വ്യൂ ഓഫ് വെർണർ ഹെയ്സൻബർഗ്. അതായത് അദ്ദേഹം വെർണർ ഹെയ്സൻബർഗിന്റെ കാഴ്ചപ്പാടിനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഐൻസ്റ്റീൻ. വെർണർ സേസ് ദാറ്റ്. എന്താണ് വെർണർ പറയുന്നത്? സെഡ് ദാറ്റ് ഇൻ ദ വെസ്റ്റ് they had built an attractive large ship. വെർണർ പറയാണ് അവര് വെസ്റ്റില് എന്ന് വെച്ച് കഴിഞ്ഞാല് പാശ്ചാത്യ രാജ്യത്തില് അവര് ഒരു വലിയ കപ്പല്, ഒരു ലാർജ് ഷിപ്പ് അവർ നിർമ്മിക്കുകയുണ്ടായി. All the comforts
ബട്ട് വൺ തിങ് വാസ് മിസ്സിംഗ് ഇൻ ഇറ്റ്. ആ ഷിപ്പിൽ എല്ലാ സൗകര്യങ്ങളും, എല്ലാ കംഫോർട്ട്സ്, എല്ലാ ഫെസിലിറ്റീസും അതിലുണ്ടായിരുന്നു. പക്ഷെ ഒരു സംഭവം അതിൽ മിസ്സിംഗ് ആയി. നിങ്ങൾക്കറിയാം എന്താണ്? ദാറ്റ് വാസ് എ കോമ്പസ്. എന്തായിരുന്നു അത്? കോമ്പസ് ആയിരുന്നു. അതായത് ദിശയറിയാനുള്ള ഉപകരണം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സോ ദാറ്റ് ദേ കുഡ് നോട്ട് ഐഡന്റിഫൈ ദെയർ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷൻ, അവരുടെ ലക്ഷ്യസ്ഥാനം അറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതാണ് ആര് പറയുന്നത്? വെർണർ ആരുടെ അഭിപ്രായമായിട്ട് പറയുന്നത്? ഐൻസ്റ്റീൻ വെർണറുടെ അഭിപ്രായമായിട്ട്, വെർണറുടെ വ്യൂ ആയിട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. കഴിഞ്ഞില്ല. പീപ്പിൾ ലൈക്ക് ടാഗോർ ആൻഡ് ഗാന്ധി ഫൗണ്ട് ദിസ് കോമ്പസ്. ടാഗോറിനെയും ഗാന്ധിയെയും പോലുള്ള ആളുകൾ ഈ കോമ്പസ്, ദിശ അറിയാനുള്ള ഈ യന്ത്രം, ഉപകരണം കണ്ടെത്തിയിരുന്നു. ഇഫ് ദിസ് കോമ്പസ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ ഹ്യൂമൻ ഷിപ്പ്, മനുഷ്യൻ എന്ന് പറയുന്ന കപ്പൽ, അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു യന്ത്രമാണ് മനുഷ്യൻ, അല്ലേ? കാരണം മനുഷ്യന്റെ ബ്രെയിനും മനുഷ്യന്റെ കണ്ണും മനുഷ്യന്റെ ഹേർട്ടും, അല്ലേ, വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് മനുഷ്യനുള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ നമുക്കൊരു വലിയ മെഷീനോ ഉപകരണമോ ആയിട്ട് കാണാം. മനുഷ്യൻ എന്ന് പറയുന്ന ഈ മെഷീനിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കോമ്പസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ദ പർപ്പസ് ഓഫ് ലൈഫ് കുഡ് ബി ഐഡന്റിഫൈഡ്. ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തെന്നുള്ളത് മനുഷ്യനെ കണ്ടെത്താൻ കഴിയുമായിരിക്കും എന്നാണ് ആർക്ക് പറയാനുള്ളത്? ഐൻസ്റ്റീന് പറയാനുള്ളത്. ദ ഗ്രേറ്റ് അമേരിക്കൻ ലീഡർ അബ്രഹാം ലിങ്കൺ, വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൺ, fought against slavery, which is parallel story of Mahatma in some respects. വളരെ മഹാനായിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹം അമേരിക്കയിൽ അടിമത്തം, സ്ലാവറി, അടിമത്തം നിർത്തലാക്കുന്നതിന് വേണ്ടി ഫൈറ്റ് ചെയ്ത അബ്രഹാം ലിങ്കൺ പല അർത്ഥത്തിലും അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് പാരലലായിരുന്നു. മഹാത്മാഗാന്ധിയെ പോലെ സഞ്ചരിച്ച ഒരു മനുഷ്യനായിരുന്നു ആര്? എബ്രഹാം ലിങ്കൺ. ലിങ്കൺ സേസ് ദാറ്റ്, എബ്രഹാം ലിങ്കൺ പറയുന്നു. എന്താണ് ലിങ്കൺ പറയുന്നത്? ദാറ്റ് ഹാപ്പിനെസ് ഈസ് അക്വയേർഡ്, നമുക്ക് സന്തോഷം നേടിയെടുക്കാൻ കഴിയും. വെൻ എ ഫാമിലി, ലിങ്കൺ സേസ് ദാറ്റ് ഹാപ്പിനെസ് ഈസ് അക്വയേർഡ് വെൻ എ ഫാമിലി എൻഷുവേഴ്സ് പ്രോസ്പിരിറ്റി അറ്റ് വാരിയസ് ലെവൽസ്. അതായത് ഒരു കുടുംബത്തിന് വ്യത്യസ്ത തലങ്ങളിൽ അഭിവൃദ്ധി ഉറപ്പാക്കാൻ കഴിയുമ്പോൾ, ഒരു കുടുംബത്തിന് വ്യത്യസ്ത തലത്തിൽ പ്രോസ്പിരിറ്റി, അഭിവൃദ്ധി അല്ലെങ്കിൽ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുമ്പോൾ ആ കുടുംബത്തിന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു. ഇവിടെ അബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട് അറ്റ് വേരിയസ് ലെവൽ, വ്യത്യസ്ത തലത്തിൽ, വേരിയസ് ലെവൽസ്. വ്യത്യസ്ത തലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഭക്ഷണത്തിൻ്റെ തലമായിരിക്കാം, വിദ്യാഭ്യാസത്തിൻ്റെ തലമായിരിക്കാം, അതുപോലെ തന്നെ പല പല തലങ്ങളിൽ ഒരു കുടുംബത്തിന് അഭിവൃദ്ധി ഉറപ്പിക്കാൻ കഴിയണം. അങ്ങനെയാവുമ്പോൾ ആ കുടുംബം എന്തു ചെയ്യും? സന്തോഷം നേടുമെന്നാണ് അബ്രഹാം ലിങ്കൺ പറയുന്നത്. കാരണം വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം ലിങ്കൺ. ഹ്യൂമൻ ലീവ്സ് ബിക്കം ബ്ലെസ്ഡ് ഓൺലി ഇഫ് ദർ ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. മനുഷ്യന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ ആ കുടുംബത്തിനുണ്ടായിരിക്കണം. ടു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗോഡ്ലി ലൈഫ് ഓൺ എർത്ത് ആർ, അതായത് ടു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗോഡ്ലി ലൈഫ് ഓൺ എർത്ത്, ഭൂമിയിൽ ദൈവികമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ജീവിതത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് ഹാപ്പിനെസ്, രണ്ടാമത്തേതാണ് ആൻഡ് ബ്ലിസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗോഡ്ലി ലൈഫ് ഓൺ എർത്ത്? ഫസ്റ്റ് വൺ ഈസ് ഹാപ്പിനെസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബ്ലിസ്, പരമാനന്ദം.
In in the contemporary world, there are numerous conflicts among human beings and nations. നമ്മൾ ജീവിക്കുന്ന ഈ കണ്ടംപററി വേൾഡിൽ, ഈ സമകാലിക ലോകത്തിൽ, ഈ സമകാലിക കാലഘട്ടത്തിൽ മനുഷ്യന്മാർക്കിടയിലും അതുപോലെ തന്നെ രാജ്യങ്ങൾക്കിടയിലും പല യുദ്ധങ്ങളും കോൺഫ്ലിക്ട്സ് സംഘർഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? ഈ യുദ്ധങ്ങളും കോൺഫ്ലിക്ട്സ് സംഘർഷങ്ങളൊക്കെ നടക്കുന്നതിനുള്ള കാരണം, ആസ് വി ഫോർഗെറ്റ് എത്തിക്കൽ വാല്യൂസ് ഇൻ അവർ പെർസ്യൂട്ട് ഓഫ് പവർ ആൻഡ് പ്രോസ്പെരിറ്റി. അതായത് ഈ ഒരു പവർ, അധികാരവും അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി, പണവും പ്രശസ്തിയും അധികാരവും, ഇതിന്റെ പിറകെയുള്ള പാച്ചിലിൽ, പെർസ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ ഫോളോ ചെയ്യാണ്. മറ്റൊന്നും നോക്കാതെ നമ്മൾ പവറും പ്രോസ്പെരിറ്റി ഇതിന്റെ പിറകെ നമ്മൾ പായുമ്പോൾ നമ്മൾ പല എത്തിക്കൽ വാല്യൂസും പല മൂല്യങ്ങളും പല ധാർമ്മിക മൂല്യങ്ങളും നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ് മനുഷ്യർക്കിടയിലെ ഈ കോൺഫ്ലിക്ട്സിന്റെ കാരണമെന്ന് എബ്രഹാം ലിങ്കൺ അഭിപ്രായപ്പെടുന്നു. വി ഷുഡ് കണ്ടംപ്ലേറ്റ് ഓൺ ദ റോൾ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നസ്. മനുഷ്യന്റെ ബോധത്തിന്റെ റോള്, മനുഷ്യർക്ക് ദൈവം ബോധം നൽകിയിട്ടുണ്ട്. ആ ബോധത്തിന്റെ റോളിനെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. വി ഷുഡ് കണ്ടംപ്ലേറ്റ്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഡസ് ഇറ്റ് പൊസസ് പാർട്ട് ഫോർ പൊളിറ്റിക്കൽ, സയന്റിഫിക് ആൻഡ് തിയോളജിക്കൽ തോട്ട്സ്. ആ മനുഷ്യന്റെ ചിന്തയിൽ രാഷ്ട്രീയവും ശാസ്ത്രീയവും തിയോളജിക്കൽ ദൈവികവുമായിട്ടുള്ള ചിന്തകൾക്ക് ആ ബ്രെയിനിൽ, ആ കോൺഷ്യസ്നെസ്സിൽ ഭാഗങ്ങളില്ലേ? ഹൗ ഫാർ സ്പിരിച്വാലിറ്റി കുഡ് ബി ഗിവൺ ഇമ്പോർട്ടൻസ് ഇൻ ദ ബിസിനസ് ഓഫ് ലൈഫ്. ജീവിതം എന്ന വ്യവഹാരത്തിൽ, ജീവിതം എന്ന ബിസിനസ്സിൽ നമ്മൾ സ്പിരിച്വാലിറ്റിക്ക്, ആത്മീയതയ്ക്ക് എന്ത് സ്ഥാനമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്? മഹാത്മാഗാന്ധി റിക്കോൾസ് ദ പ്രൊനൗൺസ്മെന്റ് ഓഫ് സേജ് അഷ്ടവക്ര സന്യാസി സേജ്, അദ്ദേഹത്തിന്റെ വാക്കുകളെ മഹാത്മാഗാന്ധി ഓർമ്മിക്കുകയാണ്. എന്താണ് അഷ്ടവക്ര എന്ന് പറയുന്ന സേജ് സന്യാസി? എന്താണ് ആ ഒരു സന്യാസി വര്യൻ പറയുന്നത്? ഹി സ്റ്റേറ്റ്സ് ദാറ്റ്, അദ്ദേഹം പറയാണ്, എന്താണ് അദ്ദേഹം പറയുന്നത്? ദ ഫിനോമിനൽ യൂണിവേഴ്സ് ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം അസ്, ബട്ട് ഇറ്റ് ഈസ് എ ഫിനോമിനൽ ഇൻസൈഡ് അവർ കോൺഷ്യസ്നസ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പ്രതിഭാസം മനുഷ്യനിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതല്ല, മറിച്ച് ഇറ്റ് ഈസ് എ ഫിനോമിനൽ ഇൻസൈഡ് അവർ കോൺഷ്യസ്നസ്. പകരം അത് നമ്മളുടെ സ്വബോധത്തിനകത്തുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഫിനോമിനൽ, ഈ പ്രതിഭാസം, യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം നമ്മളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതല്ല, പകരം അത് നമുക്കുള്ളിലുള്ള ഒരു പ്രതിഭാസമാണ്. സോ ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ആക്സെപ്റ്റബിൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ. അതുകൊണ്ട് തന്നെ, അതായത് സ്വീകാര്യം അതുപോലെ തന്നെ അൺആക്സെപ്റ്റബിൾ, സ്വീകാര്യമല്ലാത്തത് ഏത് എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. നോ ക്വസ്റ്റ്യൻ ഓഫ് ആക്സെപ്റ്റബിൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ. ലൈഫ് ഈസ് ഓൾ അബൌട്ട് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ആൻഡ് ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ സമാധാനവും അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധിയുമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനപ്പുറത്തേക്കൊരു ലൈഫില്ല. ലൈഫ് ഈസ് ഓൾ അബൌട്ട് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, സംഘട്ടനം എന്നീ രണ്ട് പദങ്ങൾക്ക് ജീവിതവുമായിട്ട് യാതൊരു ബന്ധമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമോ ജീവിതത്തിലില്ല. ദ മെസ്സേജ് ദാറ്റ് ക്യാൻ ബി ഷെയർഡ് ടു ദ പ്ലാനറ്റ് ഈസ് ദാറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധിവസിക്കുന്ന ഗ്രഹം, ഭൂമി എന്ന് പറയുന്ന ഗ്രഹം, ഈ ഗ്രഹത്തിന് നൽകാനുള്ള സന്ദേശം,
ഷെയർ ചെയ്യാനുള്ള സന്ദേശം ഇതാണ്. എവറി ഡോക്ട്രിൻ, എല്ലാ സിദ്ധാന്തവും, എല്ലാ പ്രിൻസിപ്പിൾ, എല്ലാ തത്വങ്ങളും, ഓൾ ഐഡിയാസ്, എല്ലാ ആശയങ്ങളും ആദർശങ്ങളും, ദാറ്റ് വി ഫോളോ ആൻഡ് എവറി ആക്ഷൻ വി പെർസ്യൂ ഷുഡ് ബി ഗുഡ് ഫോർ ദ ഹോൾ ഓഫ് മാൻകൈൻഡ്. അപ്പം എന്താണ് പറയുന്നത്? നമ്മൾ ഫോളോ ചെയ്യുന്ന ഓരോ തത്വങ്ങളും, അത് മതത്തിൻ്റെതായിക്കോട്ടെ മതമില്ലാത്തതിൻ്റെതായിക്കോട്ടെ, ഏത് നിലക്കാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഓരോ തത്വങ്ങളും, അതുപോലെ തന്നെ നമ്മൾ പിന്തുടരുന്ന നമ്മളുടെ ഓരോ പ്രവൃത്തികളും ഷുഡ് ബി ഗുഡ് ഫോർ ഹോൾ ഓഫ് മാൻകൈൻഡ്, മൊത്തം മനുഷ്യന്റെ ഗുഡ്, മൊത്തം മനുഷ്യന്റെ നല്ലതിന് വേണ്ടിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ മൊത്തം മനുഷ്യന്റെ നന്മ ലക്ഷ്യം വെക്കുന്നതായിരിക്കണം. ഇതാണ് മനുഷ്യർക്ക്, അല്ലെങ്കിൽ മനുഷ്യർ അധിവസിക്കുന്ന ഈ എർത്തിന് ഷെയർ ചെയ്യാനുള്ള മെസ്സേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് വരുന്നുണ്ട് 2.4-ൽ 1.2 അനാലിസിസ് വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ ഓൾ.